അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. Hello my dear members of Sadat family. I am your today's lecturer. I am Sayyid Hussain Ali from Pandalur. Okay? സോഷ്യൽ മീഡിയ അതിൻ്റെ പോസിറ്റീവായി നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ പോസിറ്റീവ് വശങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ടു മൈ ലെക്ചറിങ്. ഓക്കെ എവറിബഡി. അപ്പോൾ നമുക്കറിയാം, എന്ത് കാര്യമാണെങ്കിലും അതിന് ഒരുപാട് ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടാവും. എന്ത് കാര്യം, ലോകത്തിൽ എന്ത് കാര്യം എടുത്താലും അതിന് നല്ല വശങ്ങളും മോശപ്പെട്ട വശങ്ങളും ഉണ്ടാവും. കള്ളിന് വരെ നല്ല വശങ്ങളുണ്ട് എന്നല്ലേ ഖുർആൻ പറഞ്ഞില്ലേ? വൈസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ. ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് കള്ളിന് വരെ. പക്ഷെ അതിൻ്റെ ദോഷം അത്രക്കും മോശമായതുകൊണ്ട് അത് ഹറാമാക്കി ഇസ്ലാം. നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല, നിഷിദ്ധമാണ്. അങ്ങനെ അമ്മയെ തല്ലിയാലും അതിൽ രണ്ടഭിപ്രായം ഉണ്ടാവുന്നല്ലേ. ഉമ്മാനെ തല്ലിയേ അങ്ങനെ പറയുന്ന ഒരു ടീമുണ്ടാവും, ആ തള്ളൊക്കെ കിട്ടണ്ടെന്നു അങ്ങനെ പറഞ്ഞ രണ്ട് ടീമുണ്ടാവും അമ്മയെ തല്ലിയാലും. അപ്പോൾ അതുപോലെ സോഷ്യൽ മീഡിയക്കും അതിൻ്റെ നല്ല ഭാഗങ്ങളുണ്ട്, അതിൻ്റെ മോശപ്പെട്ട ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഏത് രീതിയിലാണ് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്, യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ കുറച്ച് ഉപകാരങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിർത്താം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കണക്ടിവിറ്റി. സോഷ്യൽ മീഡിയൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ് കണക്ടിവിറ്റി. ലോകത്തിൻ്റെ രണ്ട് മൂലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലേ? ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ നമ്മളൊരു റിലേറ്റീവൊക്കെ ജോലി ആവശ്യാർത്ഥം അമേരിക്കയിലോ മറ്റ് ഇംഗ്ലണ്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കോണ്ടാക്ട് ചെയ്തൂടെ? സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് കത്തുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഉപ്പ മരിച്ചു, പെങ്ങൾ മരിച്ചു, കത്തയച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് ഇത് അവിടെ എത്തുന്നത്. അതിനു മുമ്പ് ചിലപ്പോൾ പെങ്ങൾക്ക് ഉപ്പാക്കുള്ള ലഗേജൊക്കെ ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടാവും മരിച്ച ആൾക്ക് വേണ്ടിയുള്ള. അപ്പോൾ കണക്ടിവിറ്റി, ഇവിടെ നിന്ന് തത്സമയം അങ്ങോട്ടേക്ക് നമ്മളെ കുടുംബപരമായ കാര്യങ്ങളും മറ്റും കൈമാറാനൊക്കെ സാധിക്കും സോഷ്യൽ മീഡിയ. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഇൻഫർമേഷൻ ഷെയറിങ്. എന്തെങ്കിലും കാര്യങ്ങൾ, ഇൻഫർമേഷൻ, ഐഡിയാസ്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ്ടെങ്കിൽ അതിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. എത്രയോ കാര്യങ്ങൾ ഇത് കാരണം എത്തിക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മളിൽ തന്നെ പലരും രണ്ട് യുഗങ്ങളും, ബിഫോർ സോഷ്യൽ മീഡിയ ആൻഡ് ആഫ്റ്റർ സോഷ്യൽ മീഡിയ, രണ്ട് യുഗങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് തന്നെ അറിയാൻ സാധിക്കും ഇത് വന്നതിൻ്റെ ശേഷമുള്ള ഉപകാരം. എത്രയോ ഇൻഫർമേഷനുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. പിന്നെ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതും കണക്ടിവിറ്റിയും ഏകദേശം സിമിലറാണ്. ഇപ്പോൾ ഞാൻ മൂന്നാമത് പറഞ്ഞ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റിയും കണക്ടിവിറ്റിയും രണ്ടും ബന്ധം സ്ഥാപിക്കലാണ്. പക്ഷേ ഈ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? ബിസിനസ് റിലേറ്റഡ് ആണ്. ബിസിനസ്സിന് പറ്റിയ പ്ലാറ്റ്ഫോമാണ് അത്. അതായത് നമുക്ക് ഇപ്പോൾ അടുത്ത് ഞാനൊരു പ്രസംഗം കേട്ടിരുന്നു, ഇന്ത്യയിൽ 140, നമ്മൾ ഇന്ത്യക്കാരായതിൽ ഭാഗ്യവാന്മാരാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഈ മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്നിട്ട് നമ്മൾ ഭാഗ്യമാണെന്നോ? 140 കോടിയോളം ആളുകൾ ഈ ഇന്ത്യയിലുണ്ട്. അതിലെ 1% 14 ലക്ഷത്തിന് അല്ലെങ്കിൽ 14 ലക്ഷത്തിന് 14 ലക്ഷം ആളുകൾക്ക് നീ ഒരു തീപ്പെട്ടി, 2 രൂപൻ്റെ തീപ്പെട്ടി ഒരു മാസം വിറ്റാൽ നിനക്കൊരു മാസം 28 എത്ര കിട്ടും? 28 ലക്ഷം കിട്ടും. അങ്ങനെ ഒരു ഇത് കണ്ടിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് നെറ്റ്വർക്കിങ്ങിന്, ബിസിനസ്സിനൊക്കെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ കൂടി അല്ലെങ്കിൽ ഒരു കടയിട്ടു, ആ നാട്ടുകാർ അല്ലെങ്കിൽ അതിലൂടെ പോകുന്നവർ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഒരു സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്യുകയാണെങ്കിലോ അത് ലിമിറ്റ്ലെസ് ആണ്. എത്രയും ആളുകളിലേക്ക് എത്താം അല്ലേ? അവിടേക്കൊക്കെ അവർക്ക് നമ്മളെ പ്രൊഡക്ട്സ് എത്തിച്ചു കൊടുക്കാം, നമ്മളെ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാം. ഏറ്റവും വൈഡ് ആൻഡ് വാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പിന്നെ സെൽഫ് എക്സ്പ്രഷൻ, നെക്സ്റ്റ് ഒരു പോസിറ്റീവാണ് സെൽഫ് എക്സ്പ്രഷൻ. നമ്മൾക്കൊക്കെ ഒരുപാട് വ്ളോഗർമാരൊക്കെ അറിയില്ലേ? ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് ഉണ്ടാവും. നമ്മളെ കാര്യങ്ങൾ അതിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. വ്ളോഗിലൂടെ ദീന് വരെ പരിചയപ്പെടുത്തി ദീനിനൊക്കെ വളരെയധികം ഉപകാരം ചെയ്യുന്ന ആളുകളുണ്ട്. അതിലൂടെ ഒരുപാട് പേര് ഏൺ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ, ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് ആക്സസ് ടു റിസോഴ്സ്. ഇപ്പോൾ നമ്മളൊരു തിസീസ് ചെയ്യുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ PhD ആവശ്യാർത്ഥമൊക്കെ എന്തെങ്കിലും വലിയൊരു വർക്ക് ചെയ്യാണ്. പണ്ടത്തെ കാലത്താണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബുക്കുകൾ, അതിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. അതിലുള്ള പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ വൈഡാണ്.
എത്രയും നമുക്ക് കിട്ടും. ടെലഗ്രാമിലൊക്കെ പുസ്തകങ്ങൾക്കായിട്ട് ചില പേജുകളും ലിങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എത്രയും വൈഡ് ആൻഡ് വാസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടന്റുകൾ കണ്ടെത്താൻ സാധിക്കും എന്നതാണ് മറ്റൊരു ഉപകാരം. പിന്നെ ഒരു പോസിറ്റീവ്, നമുക്കൊരു റീഫ്രഷ്മെൻറ്റിനൊക്കെ ഇത് വളരെയധികം ഉപകാരമാണ്. റീഫ്രഷ്മെൻറ്റിന് ഇതും നല്ല രീതിയിൽ ഉപയോഗിക്കണം. പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഈ റീഫ്രഷ്മെൻറ്റിനൊക്കെ സോഷ്യൽ മീഡിയ വളരെയധികം ഉപകാരമാണ്. ഇപ്പോൾ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൽ പറയുന്നത് സോഷ്യൽ മീഡിയ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ അവരുടെ ഒരു പഠനത്തിൽ പറയുന്നുണ്ട് 2024 ആയപ്പോഴേക്കും 30% ആളുകളോളം വേണ്ടാത്തരങ്ങൾക്ക് അഡിക്റ്റാണ്, പോൺ അഡിക്ട്സൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത നല്ല രീതിയിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ കണ്ടെത്താം പോസിറ്റീവായിട്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. കണക്ടിവിറ്റി, ഇൻഫർമേഷൻ ഷെയറിംഗ്, നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, സെൽഫ് എക്സ്പ്രഷൻ, ആക്സസ് ടു റിസോഴ്സ്, ഇത്തരം നല്ല ഗുണങ്ങളൊക്കെ സോഷ്യൽ മീഡിയക്ക് ഉണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആൻഡ് താങ്ക് യു ഫോർ ഹിയറിംഗ് മീ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.